ഇവിടെ ഇവനൊക്കെ വിചാരിച്ച തകരുന്ന സാധനമാണ്. അവര് മെൻസ് അസോസിയേഷൻ കേരള ഡിജിറ്റ് സംഘടനയിൽ രജിസ്ട്രേഷനില്ല, ആനയില്ല, ചേനയില്ല, ആ ഷോ കാണിക്കുന്ന ടീമുകളൊക്കെ പുറത്ത് ആക്കി. കേസുകളുണ്ട്. പിന്നെ കേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പലരും ഭാര്യ തട്ടിപ്പറിച്ചുകൊണ്ട് പോയ ടീമുകളുണ്ട്. മെൻസ് അസോസിയേഷനിൽ ഇപ്പോ പ്രവർത്തനം കൃത്യമായി നടക്കുന്നുണ്ടോ? അതിൽ ചെറിയ കല്ലുകടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് വാസ്തവമാണ്. മെൻസ് നമ്മുടെ സംഘടനയ്ക്കകത്ത് ഒരു കല്ലുകടിയില്ല. അത് ആര് പറയുന്നേ? ഞാൻ പുറത്താക്കിയവരല്ലേ പറയുന്നത്. ഒന്ന് രണ്ട് പേര് സംഘടനയെ കുഴപ്പം കാണിക്കുമ്പോൾ ഇവരെ നമ്മൾ ചവിട്ടി പുറത്താക്കും. ഈ ചവിട്ടി പുറത്താക്കുമ്പോൾ വെളിയിൽ കിടന്ന് കരച്ചിലാണ്. എന്തിനാണ്? ഇനിയിപ്പോ ഇപ്പോഴത്തെ പ്രോഗ്രാമിന് ചിലർക്ക് ഈ ക്യാമറയുടെ മുമ്പ് ഷോ കാണിക്കണമെന്നുണ്ട്. ആ ഷോ കാണിക്കുന്ന ടീമുകളൊക്കെ പുറത്ത് ആക്കിയത്. കാര്യം ഇവൻ കുഴപ്പക്കാരനാണ്. നമ്മളിപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഇവരെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കിട്ട് ചൊറിഞ്ഞുകൊണ്ടിരുന്ന പോക്സോ കേസിലെ പ്രതിയാണ്. കാഴ്ചയില്ലാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് 160 ദിവസം ജയിലിൽ കിടന്ന ടീമാണ് ഈ കിടന്ന് കുരയ്ക്കുന്നത്. അപ്പോഴവിടെ എടുത്തിട്ടും കോടതിയിലെ ഓർഡർ ജഡ്ജ്മെന്റ് ഉണ്ട്, എന്നെ വെറുതെ വിട്ടു. വെറുതെ വിടുന്നത് എങ്ങനെയാണ്? ആ പെൺകുട്ടിക്ക് 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പുറത്ത്, അങ്ങനെയാണ് കോടതി പെൺകുട്ടി മാറ്റി പറയുകയും ഇവനെ വെറുതെ വിടുകയും ചെയ്തത്. അവിടെ അങ്ങനെയാണ് വെറുതെ വിട്ടത്. ഇനി ആദ്യം അറിയില്ലായിരുന്നു, പിന്നീട് ഇവൻ അറിഞ്ഞപ്പോഴല്ലേ നമ്മൾ പുറത്താക്കിയത്. ഇവനത് ചെയ്തതാണ് എന്ന് ഇവൻ തന്നെ എന്നോട് പറയാണ്. എറണാകുളത്ത് ആ ബോച്ചെ പരിപാടിക്ക് ഒരു റൂമിൽ കഴിഞ്ഞപ്പോഴാണ് ഇവൻ എന്നോട് പറയുന്നത്, കാഴ്ചയില്ലാത്ത പെൺകുട്ടിയാണെങ്കിൽ അവൾക്കും വികാരവും വിചാരമൊക്കെ ഇല്ലേ എന്നുള്ളതാണ് അവൻ എന്നോട് ചോദിച്ചത്. ക്രൂരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അങ്ങനെയുള്ള ആളുകളെ അതുകൊണ്ടാണ് സംഘടന പുറത്താക്കിയത്. അപ്പൊ ഇനി ഇവന് ചെയ്തിട്ടില്ല എന്ന് ഇവൻ തെളിയിക്കണമെങ്കിൽ ഇവൻ എന്ത് ചെയ്യണമായിരുന്നെന്നറിയോ? ഇവൻ ആദ്യം ഇവനെ അറസ്റ്റ് ചെയ്ത പോലീസിനെതിരെയും ഈ പെൺകുട്ടിക്കെതിരെയും ഇവൻ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കണമായിരുന്നു. എങ്കിലാണ് ഇവൻ കറക്റ്റ്. അല്ലെങ്കിൽ അവൻ പോക്സോ കേസ് പ്രതി തന്നെയാണ്. അതിന് മാറ്റമല്ല. അങ്ങനെയുള്ളവന്മാരെ നമ്മൾ ചവിട്ടി പുറത്താക്കുമ്പോൾ ഇവന്മാർ കിടന്ന് കരച്ചില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എങ്ങനെ തകർക്കാം? ഇവനൊക്കെ വിചാരിച്ച തകരുന്ന സാധനമാണ്. കാര്യം നെഗറ്റീവിൽ നിന്ന് വളർന്ന ആളാണ് ഞാൻ. ഒരു ആദ്യകാലത്തിൽ മെൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയപ്പോൾ സെക്രട്ടറിയുടെ അവിടെയൊക്കെ ഇതിൻ്റെയൊക്കെ വേറെ പണിയില്ലെന്ന് എത്രയോ പേര് ചോദിച്ചു. ആ സ്ഥാനത്ത് നിന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രസ്ഥാനം വേണം. ഈ പേരുമായി ബന്ധപ്പെട്ടും അതിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അത് മെൻസ് അസോസിയേഷൻ ഓഫ് കേരള നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്നാണ്. അത് ഓൾ എന്നുള്ളത് കേരള എന്ന് പറഞ്ഞാൽ ഓൾ ആണ്. അതുകൊണ്ടാണല്ലോ ഓൾ കേരള മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ, ഓൾ കേരള മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ, ഓൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഈ ഓൾ അങ്ങനെ ഒന്ന് രജിസ്ട്രേഷനിൽ അങ്ങനെ ഓൾ കൊടുക്കേണ്ട കാര്യമില്ല. അവര് മെൻസ് അസോസിയേഷൻ ഓഫ് കേരള, അത് നമുക്ക് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ആക്കാം. ഇങ്ങനെ ഈ അതിനെ പിടിച്ചിട്ട് സംഘടനയിൽ രജിസ്ട്രേഷൻ ഇല്ല, ആനയില്ല, ചേനയില്ല. ഞാനിവിടെ കല്ലുപോലെ ഇരിക്കുന്നത് എന്തുകൊണ്ടാ? ഇതിനകത്ത് രജിസ്ട്രേഷൻ ഉണ്ട്, ഇതിനകത്ത് കമ്മിറ്റി അംഗങ്ങളുണ്ട്. ഇപ്പൊ 8 പേരാണ് കമ്മിറ്റി അംഗങ്ങൾ. അതൊന്നും ഈ നാട്ടിൽ നമ്മൾ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ ശരിയാണെങ്കിൽ നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മൾ കറക്റ്റായിട്ട് പോവുക. ഇപ്പൊ എത്രയോ അന്വേഷണ ഏജൻസികൾ മുൻപ് വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും എന്നെ തൊടാൻ പറ്റുമോ? ഈ സംഘടന തൊടാൻ പറ്റുമോ? എവിടെ? എന്നിട്ട് എവിടെയാ ഈ പരാതികൾ? എവിടെ പോയി? ചവറ്റുകൊട്ടയിലല്ലേ? പരാതികൾ കൊടുക്കുമ്പോൾ അതിന് എന്തെങ്കിലും ലോജിക്ക് വേണം. എന്റെ ഭാഗം കറക്റ്റാണ്. ഞാൻ പൈസ പിരിക്കുന്നു. ഞാൻ എവിടെ പൈസ പിരിക്കുന്നു? ഇവിടെ സർജറിക്ക് വേണ്ടി എൻ്റെ സംഘടനയിലുള്ളവർ തന്നെ. എനിക്ക് അപ്പൊ അങ്ങനെയുള്ള ഞാൻ പൈസ ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് ചെയ്യാൻ? എൻ്റെ ഭാര്യ അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പൈസ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ അതിനുള്ള അവസരം ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്പാദിക്കില്ല എന്നർത്ഥം. അപ്പൊ ഞാനിങ്ങനെ ഏതെങ്കിലും രീതിയിൽ സംഘടന ഇപ്പൊ ഒരു പ്രോഗ്രാം നടക്കണം, കുറച്ച് കാശ് ചിലവ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ സംഘടന എല്ലാവരും കൂടെ ചെയ്യും. ആ പൈസ എടുത്ത് നമ്മൾ അതിനുവേണ്ടി ചിലവാക്കും. ഞാൻ ജോലി ചെയ്യുന്ന പൈസ മൊത്തം സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ്. നമുക്കിവിടെ കണക്കൊന്നും ഞാൻ നോക്കാറില്ല. ഈ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾക്കെതിരെയൊക്കെ ശക്തമായി പ്രതികരിക്കും പലപ്പോഴും. അതെ. സ്ത്രീകൾക്കെതിരെയൊക്കെ ശക്തമായി പറയാറുമുണ്ട്. അതെ. അപ്പോ ചില കാര്യങ്ങളിലൊക്കെ വാസ്തവമുണ്ടെങ്കിലും ഈ അതിര് കടന്ന് പറയുന്ന ചില കാര്യങ്ങളും ഭാഷാ പ്രയോഗത്തിനൊക്കെതിരെ നിരവധി കേസുകളുണ്ട്. ഇപ്പൊ അങ്ങനെ കേസുകളുണ്ടോ? കേസുകളുണ്ട്. പിന്നെ കേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പലരും കേസ് കൊടുക്കും. ഇപ്പൊ അവസാനമായിട്ടെന്ന് പറഞ്ഞാല് ഭാഗ്യലക്ഷ്മി കൊണ്ട് ഒരു പരാതി കൊടുത്തു. ഇല്ല, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അത് വിളിച്ചിട്ട് സൈബർ സെല്ലിൽ എന്നെയും വിളിച്ചു, അവരെയും വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നോട് ആദ്യം ചോദിച്ചു ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. ശരി, ഓക്കെ, എൻ്റെ ഭാഗം കേട്ടു, പറയുകയും ചെയ്തു. അടുത്ത് ഭാഗ്യലക്ഷ്മി വിളിച്ചു, നിങ്ങൾ കേസെടുക്കണമെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകണം, ഇവിടെ നിങ്ങൾക്ക് കേസെടുക്കാൻ പോകില്ല. മാന്യമായിട്ട് സൈ പറഞ്ഞു. അദ്ദേഹത്തിന് നമ്മൾ ഞാനൊരു ടാങ്ക്സും പറഞ്ഞിട്ട് ഞാനും ഇറങ്ങി പോകുന്നു. ഇത് തന്നെയാണ്. വേറെ കേസുകളൊക്കെ ഒരുപാടുണ്ട്. കേസുകളെന്ന് വെച്ചാൽ സമരം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കേസുകൾ. രാഷ്ട്രീയക്കാർക്കും ഇതുപോലുള്ള സംഘടനകൾ വച്ച് നടത്തുന്നവർക്കും കേസ് ഇഷ്ടംമാര് വരും. ഇപ്പൊ ഒരു കേസിന് ഇപ്പം തിങ്കളാഴ്ച വരും.
തിങ്കളാഴ്ച വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഒരുപാട് കേസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മൾ ഒരു സൈഡിൽ കൂടി അങ്ങനെ പൊക്കൊണ്ടുവരും. ഇപ്പൊ മെമ്പർമാരൊക്കെ ഈ അസോസിയേഷനിലേക്ക് സഹകരിച്ച് വരുന്നുണ്ടോ, അതോ പിന്നെ പേര് പോവുകയാണോ ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങളുടെ ഈ കൂടെ നിന്നവർ തന്നെ ഒരു ഭാഗം എതിർഭാഗമായിട്ട് നിന്ന് പറയുന്നു എന്ന് പറഞ്ഞ പോലെ ഞാൻ പറയുന്ന പോലെ ആണോ ആളുകൾ വരുന്നുണ്ടോ, പൊഴിഞ്ഞു പോകുന്നുണ്ടോ? ആൾക്കാർ വരുന്നുണ്ട്, ഫോളോവേഴ്സ് കൂടുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, 65,800 പേര് ഇന്ന് ഞാൻ രാവിലെ നോക്കിയപ്പോൾ ആയിട്ടുണ്ട്. അപ്പൊ ഇത് കുറയുന്നില്ല, കൂടുന്നതേ ഉള്ളൂ. പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഒപ്പം നിൽക്കാനാണല്ലോ എന്നുള്ളതാണ്. പരിപാടികൾ പേജിന്റെ ഫോളോവേഴ്സ്. അതെ അതെ. അപ്പൊ നമുക്ക് ഈ പരിപാടികൾക്കെന്ന് പറഞ്ഞാല് ഈ പ്രവാസികൾ ഒരുപാട് പേര് നമുക്കുണ്ട്, അവർക്ക് വരാൻ പറ്റില്ല. പിന്നെ നമ്മുടെ സംഘടനയിൽ സ്ഥിര കാസർഗോഡ് മുതലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാം എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലി പ്രശ്നങ്ങൾ, കുടുംബ പ്രാരാബ്ധങ്ങളുള്ളവരുണ്ട്, എല്ലാം ഭാര്യ തട്ടിപ്പറിച്ചുകൊണ്ട് പോയ ടീമുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് എത്തിപ്പെടാൻ പറ്റണമെന്നില്ല. പക്ഷെ ഞങ്ങൾ കുറച്ച് പേര്, ഒരു 50-100 പേര് എന്തായാലും നാളെ ഉണ്ടാവും. ശക്തമായിട്ട് മറ്റന്നാൾ ഞങ്ങൾ തടയും.